ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ സെക്രട്ടറിയും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം.എ. സജാദിനെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 5-ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെ അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളുടെ പേരിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സജാദിനെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്തുന്നതിന് വേണ്ടി പരിഗണിക്കുന്ന 4 കേസുകൾ ഒരു കോടതിയിൽ പോലും ഒരു ഹിയർസേ എവിഡൻസ് എന്നുള്ള തലത്തിൽ നിലനിൽക്കാത്ത ഒരു കേസ് സജാദിനെതിരെ എടുക്കുക. ഇതിനെല്ലാം പിന്നില് ഈ അഞ്ചൽ SI ആയിരുന്ന CL സുധീർ, അന്ന് ആ കാലഘട്ടത്തിൽ അഞ്ചലിലെ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന CL സുധീറാണ്. സുധീറിന് സജാദിനോട് വ്യക്തിവിരോധം. ആ വ്യക്തിവിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള 1 മുതൽ 4 വരെയുള്ള ഡോക്യുമെന്റ്സിൽ ഈ ഒരു പൊതുപ്രവർത്തകനെ ഒരു ഗുണ്ട സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും മാഫിയ പ്രവർത്തനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നിയമം ഉപയോഗിച്ച് ഒരു പൊതുപ്രവർത്തകനെ കള്ളക്കേസിൽ മുടക്കി ജയിലിലടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിൽ ഈ പൊതുസമൂഹത്തിന്റെ ആകെ ഒരു പ്രതിഷേധം ഉയർത്തുന്നതിന് ജനപ്രതിനിധി ആയിരിക്കെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നുണ്ടായ കേസുകളുടെ പേരിലാണ് സജാദിനെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്നും ഇത് സജാദിനോട് അഞ്ചൽ SI ആയിരുന്ന CL സുധീറിനുള്ള വ്യക്തിവൈരാഗ്യം മൂലമാണെന്നും പ്രവർത്തകർ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് SS ബിനു, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം രഞ്ജു സുരേഷ്, ഏരിയ പ്രസിഡന്റുമാരായ T ഹാരിസ്, PB പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത അഞ്ചൽ.